ഇത് വളരെ യുണീക്കായിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണ് മീനങ്ങാടിയെ സംബന്ധിച്ച്. നാഷണൽ ലെവലിൽ, ദേശീയ ലെവലിൽ തന്നെ, ദേശീയാടിസ്ഥാനത്തിൽ തന്നെ എങ്ങനെയാണ് ഈ മീനങ്ങാടി ഇത്തരം ഒരു പ്രൊഫൈലിലേക്ക് വന്നത്? ആദ്യം ഇത് തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാനുണ്ടായൊരു സാഹചര്യം എന്തായിരുന്നു? മുൻകാലത്ത് വയനാട് ജില്ലയുടെ ഒരു വാണിജ്യ സ്ഥിര കേന്ദ്രം, പഴയ ഒരു ചന്ത, കൃഷിക്കാർ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുമായി ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ കൂട്ടമായി വരികയും കാളവണ്ടിയും കാൽനടയുമായും ഒക്കെ വന്ന് സാധനങ്ങൾ വാങ്ങുകയും പോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രതാപ കാലം മീനങ്ങാടിക്ക് ഉണ്ടായിരുന്നു. മീനങ്ങാടിയിൽ 19 വാർഡുകളിലായി ഏതാണ്ട് 35,000-ഓളം ജനങ്ങൾ അധിവസിച്ചു വരുന്നു. പട്ടികവർഗ ജനവിഭാഗങ്ങളിൽപ്പെട്ടവരും കുടിയേറി പാർത്തവരും മറ്റ് ഇതര ജനവിഭാഗങ്ങളുമൊക്കെയായി എല്ലാ വിഭാഗം ആളുകളുടെയും അധിവസിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് വയനാടിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്ത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യും. എത്ര ഒരു പോപ്പുലേഷൻ എത്ര ഉണ്ടാവും? 35,000. ഇതിലെന്താണ് ഇവിടെ, കാർഷികമാണോ പ്രധാനമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ? കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ ക്ഷീരമേഖലയും ആണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ജീവിതമാർഗങ്ങളിലൊന്ന്. അതോടൊപ്പം തന്നെ മാറിയ കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടി സംസ്ഥാനത്തിൻ്റെ മറ്റ് പല ജില്ലകളിലും അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിലും രാജ്യത്തിന് പുറത്തുമൊക്കെയായി ജോലി ചെയ്യുന്ന ഒരു സമ്മിശ്ര രീതിയാണ്. സംസ്ഥാനത്ത് വയനാട് ജില്ല കാർബൺ തുലിതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക്കാണ് ഈ കാർബൺ തുലിത ജില്ല എന്നൊരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ അത്തരമൊരു ആലോചനയുടെ ഭാഗമായി ജില്ലയ്ക്ക് മുമ്പ് ഒരു പൈലറ്റ് എന്ന നിലയിൽ ഒരു പഞ്ചായത്തിൽ ഈ പ്രവൃത്തി ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്നായി പിന്നീടുള്ള ആലോചന. അത്തരമൊരു ഘട്ടത്തിൽ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ആ പ്രവർത്തനം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരികയും അത്തരം പ്രവർത്തനങ്ങളുമായി അതിന് ആരംഭം കുറിക്കുകയുമായിരുന്നു. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ തനതായ ഒരു കാർബൺ എമിഷൻ പ്രൊഫൈൽ, പുറന്തള്ളപ്പെടുന്ന കാർബണിൻ്റെയും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് പരിധിയിൽ അത് സ്വാംശീകരിക്കാനുള്ള ശേഷിയും അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രമായ ഒരു കാർബൺ എമിഷൻ പ്രൊഫൈൽ തയ്യാറാക്കി ആ പ്രൊഫൈൽ പ്രകാരം 10,000-ലധികം ടൺ കാർബൺ ഡയോക്സൈഡ് അധികമായി സീക്വസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് മീനങ്ങാടി കാർബൺ തുലിതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുക. പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് ഒരു ഭാഗത്ത് സ്വാംശീകരണ തോത് വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളും മറുഭാഗത്ത് കാർബണിൻ്റെ ബഹിർഗമന തോത് കുറയ്ക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തിക്കൊണ്ട് കാർബൺ തുലിത പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉച്ചകോടികളിലെല്ലാം വളരെ സജീവമായ ചർച്ചയായി നിൽക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു ഗ്രാമീണ മാതൃക എന്ന നിലയിലാണ് മീനങ്ങാടി ദേശീയ അന്തർദേശീയ ശ്രദ്ധയാകർഷിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? ആദ്യത്തെ 2 പാർട്ടുണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞതിൽ, ആദ്യത്തെ പാർട്ട് രണ്ടാമതായിട്ടൊന്ന് വിശദീകരിക്കാമോ? ഇതേവരെ നടന്ന പ്രവർത്തനം. കാർബൺ എമിഷൻ പ്രൊഫൈലിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ കാർബൺ പുറന്തള്ളപ്പെടുന്നത് ഗതാഗത മേഖലയിൽ നിന്നാണ്, ട്രാൻസ്പോർട്ടേഷൻ സെക്ടറാണ്. അപ്പോൾ ഒരു ദേശീയപാത കടന്നു പോകുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ അത് കുറയ്ക്കുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലേശകരമായ കാര്യമാണെങ്കിലും ഓട്ടോറിക്ഷകൾ ഡീസൽ ഓട്ടോ മാറ്റി ഇലക്ട്രിക് ഓട്ടോ ആക്കി മാറ്റാൻ തയ്യാറാകുന്ന ആളുകൾക്ക് ഈ സബ്സിഡി എന്ന നിലയിൽ 50,000 രൂപ വെച്ച് അതിലൊരു ചെറിയ ചുവടുവെപ്പ് നടത്താൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. ഈ സ്കൂട്ടർ അവിടെയും ഈ സ്കൂട്ടർ ഉപയോഗിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ഈ സബ്സിഡി അതിലും പ്രദാനം ചെയ്തുകൊണ്ട് ഒരു ചുവടുവെപ്പ് നമ്മൾ അവിടെ നടത്തി. മറുഭാഗത്ത് ഊർജ്ജ മേഖലയിൽ പിന്നീട് ഊർജ്ജ മേഖലയിൽ നിന്നുള്ള ബഹിർഗമന തോതിൽ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെയും പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളുടെയും അംഗനവാടികൾ ഉൾപ്പെടെയുള്ളതിൻ്റെ റൂഫ് ടോപ്പുകളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് ചില ഇടപെടലുകൾ ഗ്രാമപഞ്ചായത്ത് ആ മേഖലയിൽ നമ്മൾ നടത്തി. മാലിന്യ സംസ്കരണത്തിൽ നിന്ന് മീഥേൻ അടങ്ങുന്ന ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നതിൽ എല്ലാ വീടുകളിലെയും വാതിൽപ്പടി മാലിന്യ ശേഖരണം ഉറപ്പാക്കി അത് ഓരോ വീടുകളിൽ നിന്നും അതാത് വാർഡുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന, ഒരു വാർഡിൽ ഏതാണ്ട് 5 മുതൽ 6 വരെ
മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി മിനി MCFകളിലേക്കും അവിടുന്ന് പഞ്ചായത്തിൻ്റെ കേന്ദ്രീകൃത മെറ്റീരിയൽ കളക്ഷൻ സെൻറ്ററിലേക്കും മാറ്റി പ്ലാസ്റ്റിക് പൊടിക്കാനുള്ള ഷ്രെഡിങ്ങിനുള്ള സംവിധാനം അവിടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ബെയിൽ ചെയ്ത് പുനരുപയോഗ സാധ്യത ഉറപ്പാക്കിക്കൊണ്ട് മറ്റിതര സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് ആവശ്യമായ ബെയിലിംഗ് മെഷീൻ, സോർട്ടിംഗ് ടേബിൾ, ഇതിൻ്റെ എല്ലാം സൗകര്യവും പ്രയോജനപ്പെടുത്തി മാലിന്യ സംസ്കരണത്തിൽ അജൈവ മാലിന്യങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രയോജനപ്പെടുത്തി എല്ലാ ഗുണഭോക്താക്കൾക്കും സോക്ക് പിറ്റുകളും കമ്പോസ്റ്റ് പിറ്റുകളും ഓരോ വീടുകളിലും നൽകിക്കൊണ്ട് മാലിന്യ സംസ്കരണം ഒരു വലിയ അളവ് വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതോടൊപ്പം സിന്തറ്റിക് നാപ്കിൻ വേസ്റ്റ് ഇപ്പോൾ സ്ത്രീകൾക്കെല്ലാം എല്ലാ മാസവും അവിടെ മീനങ്ങാടി പഞ്ചായത്തിലെ 9,000-ഓളം വരുന്ന മുഴുവൻ സ്ത്രീകൾക്കും മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്ത് അവിടെ നമ്മൾ ഒരു മുന്നേറ്റം നടത്തി. അങ്ങനെ ബഹിർഗമന തോത് കുറയ്ക്കാൻ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ സാമ്പത്തിക സാധ്യതകളും അതോടൊപ്പം ലഭ്യമാകുന്ന CSR ഫണ്ടുകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചില ഇടപെടലുകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് സാംശീകരണ തോത് വർദ്ധിപ്പിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിലെ കായിക ശേഷി പ്രയോജനപ്പെടുത്തി തരിശു കിടന്ന പ്രദേശങ്ങളിലും അതോടൊപ്പം ചെറുകിട നാമമാത്ര കർഷകരുടെ കൃഷിയിടങ്ങളിലും വൃക്ഷത്തൈകൾ തൊഴിലുറപ്പിൽ തന്നെ വെച്ചുപിടിപ്പിച്ച് അതിൻ്റെ പരിപാലനം തുടർ 3 വർഷത്തേക്ക് തൊഴിലുറപ്പ് കൊണ്ട് തന്നെ ഉറപ്പാക്കി ഏതാണ്ട് സോഷ്യൽ ഫോറസ്ട്രിയിൽ നിന്നും അതോടൊപ്പം തൊഴിലുറപ്പ് നഴ്സറികളിലൂടെയും വളർത്തിയെടുത്ത തൈകൾ 4.5 ലക്ഷത്തോളം നട്ടുപിടിപ്പിക്കുകയും അതിൽ 3.5 ലക്ഷത്തിലധികം തൈകൾ സംരക്ഷണം ഉറപ്പാക്കാനും ഈ പദ്ധതിയുടെ ഭാഗമായി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഓക്സിജൻ പാർക്ക് എന്ന നിലയിൽ നമ്മുടെ ഹെൽത്ത് സെൻറ്റർ 11-ാം വാർഡ് കാക്കവയലിലെ ഹെൽത്ത് സെൻറ്ററിനോട് ചേർന്ന് വ്യത്യസ്ത ഇനങ്ങളിലുള്ള ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് സ്വാംശീകരിക്കാനും ഓക്സിജൻ പുറന്തള്ളാനും ശേഷിയുള്ള 30% മറ്റിതര മരങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ 30%-ലധികം സാധ്യതയുള്ള മുളകളുടെ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് ഒരു ഓക്സിജൻ പാർക്ക് 11-ാം വാർഡിൽ രൂപപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം പച്ചത്തുരുത്തും നമ്മുടെ പഴയ മീനങ്ങാടി പഞ്ചായത്തിലെ കാവുകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനോടൊപ്പം പുതിയതായി പച്ചത്തുരുത്ത് രൂപപ്പെടുത്തിയെടുക്കാനുള്ള ലഭ്യമായ സ്ഥലങ്ങളിലെല്ലാം അത്തരം പച്ചത്തുരുത്തുകൾ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിച്ചു. അപ്പോൾ ഒരു ഭാഗത്ത് സാംശീകരണ തോത് കുറയ്ക്കാനും വർദ്ധിപ്പിക്കാനും മറുഭാഗത്ത് ബഹിർഗമന തോത് കുറയ്ക്കാനുമുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇത് രണ്ടും ഒരുപോലെ സംയോജിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഫണ്ടിങ് എങ്ങനെയായിരുന്നു ഈ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക പിന്തുണ? 10 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് സ്ഥിര നിക്ഷേപമായി സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കാനും അതിൻ്റെ പലിശ ഈ കാർബൺ തുലിത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്തിന് നൽകുകയുണ്ടായി. അത് ഈ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ കർഷകർക്ക് ഒരു പ്രോത്സാഹനം, ഒരു ഇൻസെൻറ്റീവ് എന്ന നിലത്തിൽ ഈ തുക കൊടുക്കുന്നതിന് വേണ്ടി ആ തുക നമുക്ക് ഉപയോഗിക്കാൻ കർഷകരുടെ പുതിയതായ ഒരു ആശയം ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവരുമ്പം അതിലേക്ക് അവരെ കൂടുതൽ ആകർഷിക്കാൻ അത് വലിയ സഹായം ചെയ്തു. മുൻകാലത്ത് ഇപ്പോൾ വയനാട്ടിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ആളുകൾ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പലവിധ ദൂഷ്യഫലങ്ങൾ വയനാട് ജില്ലയിലെ കർഷകർ തന്നെ അനുഭവിച്ചു വരികയാണ്. സമയത്തിന് മഴ കിട്ടാതിരിക്കുക, വിളവെടുക്കുന്ന സമയത്ത് കാലം തെറ്റി മഴ പെയ്യുക. അപ്പോൾ അങ്ങനെ പണ്ട് കാപ്പി പൂവിടുന്നതിന് മുൻപ് മുൻമഴയായി കൃത്യമായി മഴയെത്തുമായിരുന്നു. പൂവിട്ടതിന് ശേഷം പിന്മഴയും കൃത്രിമ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താതെ തന്നെ എല്ലാ തരം കർഷകർക്കും സാധ്യമാകുമായിരുന്നുവെങ്കിൽ ഇന്ന് വൻകിട തോട്ടങ്ങളിലും ആളുകൾക്ക് മാത്രമായി അത്തരം ആർട്ടിഫിഷ്യൽ ആയി കൃത്രിമമായി ജലസേചനത്തിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളായി നമ്മുടെ കർഷകർ മാറിയ ഒരു ഘട്ടത്തിൽ ഇത് വലിയ ഒരു താല്പര്യത്തോടു കൂടി ആളുകൾ ഈ പദ്ധതിയോട് ചേർന്ന് മുന്നോട്ട് വരികയായിരുന്നു. അപ്പോൾ അതിന് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ആവശ്യത്തിന് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു തുക നമുക്ക് സഹായകരമായി. പിന്നീട് ഇപ്പോൾ പുതിയ CSR സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഇപ്പോൾ കനറ ബാങ്ക്, UST ഗ്ലോബൽ, യുണൈറ്റഡ് ബേ അങ്ങനെ പലവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് അംഗനവാടി ICICI
അത്തരം റൂഫ് ടോപ്പ് സോളാറുകൾ സ്ഥാപിക്കുന്നതിനും ഒക്കെ ചില സൗകര്യങ്ങൾ നമുക്ക് കിട്ടി. സോളാർ പമ്പ് ഉപയോഗിച്ച് തരിശു കിടന്ന പാടങ്ങളിൽ ജലം എത്തിക്കാവുന്ന തരത്തിൽ കർഷകർക്ക് ആവർത്തന ചെലവില്ലാത്ത സൗരോർജം ഊർജ്ജമാക്കിയെടുത്ത് പമ്പ് പ്രവർത്തിപ്പിച്ച് പാടശേഖരങ്ങളിൽ വെള്ളം എത്തിച്ച് അതൊരു CSR ഫണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് മണിവേൽ പാടശേഖരത്തിൽ സോളാർ പമ്പ് സ്ഥാപിക്കാൻ. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ മേഖലയിൽ ആദ്യമായി ഏർപ്പെടുത്തിയ പ്രഥമ കാർബൺ ന്യൂട്രൽ വിശേഷാൽ പുരസ്കാർ അത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനാണ് കിട്ടിയത്. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും മീനങ്ങാടിക്ക് വേണ്ടി അത് വാങ്ങിക്കാനുള്ളൊരു അവസരവും ഭാഗ്യവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് 1 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ് തുകയായി തന്നു. ആ പണമാണ് ഇപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് ഈ സബ്സിഡിയായി, ബൈക്കിന് ഈ സബ്സിഡിയായി, അതോടൊപ്പം കുറച്ചുകൂടെ വ്യാപകമായ രീതിയിൽ റൂഫ് ടോപ്പ് സോളാർ പദ്ധതികൾക്കെല്ലാം അത് ഉപയോഗിക്കുന്നു. ഇതിനോടൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ ഓരോ വർഷവും കിട്ടുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടും അതോടൊപ്പം തന്നെ പ്ലാൻ ഫണ്ടിലും ഒരു നിശ്ചിത വിഹിതവും കൂടെ ഇപ്പോൾ വനിതാ ഘടക പദ്ധതി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ വനിതകൾക്കും മെൻസ്ട്രൽ കപ്പ് നമ്മൾ വിതരണം ചെയ്തു. തൊഴിലുറപ്പ് പ്രയോജനപ്പെടുത്തി സോപ്പ്. അപ്പോൾ എല്ലാ പദ്ധതികളും സംയോജിപ്പിച്ചും ലഭ്യമാകുന്ന സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പഞ്ചായത്തിൻ്റെ സാമ്പത്തിക പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട്